ഹായ് ഓൾ, വെൽക്കം ടു MRH. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും 3 ടോപ്പിക്കുകളാണ് വന്നിട്ടുള്ളത് അല്ലേ. ഒന്നെന്താണ്? സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ ഫിക്സഡ് ബീം ഉണ്ട് അല്ലേ. ഫിക്സഡ് ബീം, അതിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് ടോർഷൻ ഓഫ് ഷാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്നുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച, അതായത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുള്ള ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്ക്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാൻഡിലിവർ ബീം 2 മീറ്റർ ലോങ് ക്യാരിയിങ് എ UDL ഓഫ് 30 kN/m ഓൺ എൻറ്റയർ സ്പാൻ. ടേക്ക് ES, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 2 × 10⁵ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അല്ലെ എത്രയാണ്? 160 × 10⁶ mm⁴ അല്ലെങ്കിൽ mm⁴. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? 2 കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് സ്ലോപ്പ്, അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ. എന്തിൻ്റെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ എന്തിൻ്റെ സ്ലോപ്പാണ് ചോദിച്ചിട്ടുള്ളത്? ഒരു കാൻഡിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷനും സ്ലോപ്പും അല്ല, ഏത് സമയത്ത് ആ ഒരു കാൻഡിലിവർ ബീമിനകത്ത് UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന സമയത്ത്. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഫിഗർ വരക്കണം അല്ലെ. തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഫിഗർ വരയ്ക്കുക. അപ്പോൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളെങ്ങനെ ഫിഗർ വരയ്ക്കും? ആദ്യം തന്നെ ഏത് ടൈപ്പ് ബീമാണെന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ കാൻഡിലിവർ ബീമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൻഡിലിവർ ബീമിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഒരു സൈഡിലെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു സൈഡിൽ ഇങ്ങനെ ഇവിടെ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരു ബീം നമ്മൾ വരച്ചു. ഇനി ആ ബീമിൻ്റെ ലെങ്ത് എത്രയാണ്? അത് 2 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഇതിവിടെ കാണിക്കാം 2 മീറ്റർ. ഓക്കെ അല്ലേ. ഇനി ആ ബീമിനകത്ത് വരുന്നിട്ടുള്ള ലോഡ് എന്താണ്? അത് UDL ആണ് അല്ലേ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. നമുക്കറിയാം 2 ടൈപ്പ് ലോഡാണ് വരുന്നിട്ടുള്ളത്. ഒന്ന് UDL അല്ലെങ്കിൽ പോയിന്റ് ലോഡ്. അപ്പോൾ ഇവിടെ UDL ആണ്. അങ്ങനെ ആ UDL എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എൻറ്റയർ സ്പാനിലുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ബീമിൻ്റെ ലെങ്ത്തിലും ആ ഒരു UDL ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി അതിൻ്റെ വാല്യൂ എത്രയാണ്? അത് 30 kN/m ആണ്, 30 kN/m. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗർ വരക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് കാൻഡിലിവർ ബീമാണെന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് നമ്മൾ ഒരു സൈഡിൽ മാത്രം സപ്പോർട്ടുള്ള ബീം വരച്ചു. ഇനി ഇവിടെ ഈ കാൻഡിലിവർ ബീം എന്ന് പറയുന്നതിന് പകരം സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ നമ്മൾ എങ്ങനെ വരക്കുക? ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഈ സൈഡിലും ഒരു സപ്പോർട്ട് മറ്റു സൈഡിലും കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കേസല്ല, ഇവിടെ എന്താണ്? കാൻഡിലിവർ ബീമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് കേസ് അറിയണം അല്ലേ. സ്റ്റാൻഡേർഡ് കേസ് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഒരു കാൻഡിലിവർ ബീമിനകത്ത് ഇതുപോലെ ഒരു കാൻഡിലിവർ ബീം, അതിൽ ലോഡ് W ആണെന്ന് കരുതുക, അതുപോലെ തന്നെ ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫ്രീ എൻഡ്, ഇതല്ലേ ഫ്രീ എൻഡ്, ഇത് ഫിക്സഡ് എൻഡ് ആണ്, ഇത് ഫ്രീ എൻഡ് ആണ്. അപ്പോൾ ഈ ഫ്രീ എൻഡിൽ ഉണ്ടാകുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ. എന്താണത്? നോക്കാം. സോ നോക്ക്, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു കാൻഡിലിവർ ബീം മുകളിൽ കാണിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു UDL വന്നിട്ടുണ്ട്. ആ UDLൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, W kN/m. അതുപോലെ തന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം എത്രയാണത്? L ആണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രീ എൻഡിലുള്ള സ്ലോപ്പിൻ്റെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ കാണുക? അതിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, WL³ / 6EI. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? W അല്ലെ, ഈ ഒരു ബീമിനകത്ത് വരുന്ന ലോഡാണ്. L എന്ന് പറഞ്ഞാൽ ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. പിന്നെ 6 അല്ലെ, കോൺസ്റ്റന്റ് ആണ്. പിന്നെ E എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ക്വസ്റ്റ്യനിൽ അത് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് I. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബീമിന്റെ ഫ്രീ എൻഡിലുള്ള സ്ലോപ്പ് കാണാനായിട്ട് പറ്റും ഡിഫ്ലക്ഷൻ വരുന്ന സമയത്ത്. ഇനി അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് അല്ലെ. ശരിക്കും എന്താണ് സ്ലോപ്പ്, എന്താണ് ഡിഫ്ലക്ഷൻ? അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നോക്ക്, ഇപ്പം ഇത്തരത്തിലൊരു ബീം, ഇങ്ങനെ ഒരു ബീം ഉണ്ട്, അതിന് മുകളിൽ നമുക്ക് ലോഡ് വരികയാണ്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു ലോഡ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബീം ഇങ്ങനെ ഒരു ഷേപ്പിലോട്ടായി മാറും അല്ലെ, ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ്, നമുക്ക് ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടാൻജന്റും ഇതിനൊരു ഹൊറിസോണ്ടൽ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയാം. മനസ്സിലായോ?
അപ്പോൾ അത് രണ്ടും കാണുന്ന ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലോപ്പ് നമ്മൾ പറഞ്ഞു. ഇനി ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ഈക്വൽ ടു WL⁴ ഡിവൈഡഡ് ബൈ 8EI ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ ഈ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും വരികയാണ് അല്ലെ. ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? 30 kN/m ആണ്, 2 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ അതിൽ നമുക്ക് എന്തെടുത്ത് എഴുതാം? W ഈക്വൽ ടു 30 kN/m എന്ന് എഴുതാം. അതുപോലെ ലെങ്ത് ക്യാപിറ്റൽ L, ദാറ്റ് ഈസ് 2 മീറ്റർ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 2 × 10⁵ ആണ്. എങ്ങനെ കിട്ടിയത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടേക്ക് E ഈക്വൽ ടു 2 × 10⁵. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ I ഈക്വൽ ടു എത്ര പറഞ്ഞത്? 160 × 10⁶ mm⁴ എന്ന് അതും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇക്വേഷനിലോട്ട് വരാം. ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞത്? WL³ അല്ലെ, WL³ ഡിവൈഡഡ് ബൈ 6EI സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഡബ്ല്യൂക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 30 എന്ന് കൊടുത്തു ക്വസ്റ്റ്യനിലുണ്ട്. അതുപോലെ ലെങ്ത് അല്ലെ, ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുണ്ടായിരുന്നത്? 2 മീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ മില്ലിമീറ്ററിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുക? 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1000 മില്ലിമീറ്റർ അല്ലേ, അല്ലെങ്കിൽ 10⁻³ മില്ലിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 2 × 10⁻³ എന്ന് കൊടുക്കുക എല്ലിന് പകരം. എന്നിട്ട് അതിന് എക്സ്പെറന്റ് ആയിട്ട് എന്ത് കൊടുക്കുക? ക്യൂബ് കൊടുക്കുക. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 6 അല്ലെ. 6 അതുപോലെ തന്നെ നമ്മൾ എഴുതി. പിന്നെ ഇതെന്താണ്? ഇ അല്ലെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 × 10⁵ അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ I എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അതും ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 160 × 10⁻⁶. ഇനി ഇത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ കിട്ടും. 0.00125 റേഡിയൻ. ഓക്കെ, നമ്മൾ സ്ലോപ്പിന്റെ യൂണിറ്റ് പറയുന്നത് റേഡിയനിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞു ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്, സ്ലോപ്പും ഡിഫ്ലക്ഷനും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1.5 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 1.5 മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിഫ്ലക്ഷൻ കാണണം. അപ്പോൾ ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണത്? WL⁴ ഡിവൈഡഡ് ബൈ 8EI അല്ലെ. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട പോലെ തന്നെ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അത് തന്നെയാണ്. ഡബ്ല്യൂയുടെ വാല്യൂ 30 ആണ്. ലെങ്ത് നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റിയിട്ട് എഴുതി 2 × 10⁻³ ഡിവൈഡഡ് ബൈ 8 × E × I. ഇയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 2 × 10⁵ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ അല്ലെ, ഐയുടെ വാല്യൂ എന്താണ്? 160 × 10⁶. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ വരുന്നത് 1.875 മില്ലിമീറ്റർ ആണ്. അപ്പോൾ രണ്ടിന്റെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഫ്ലക്ഷന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞത് മില്ലിമീറ്റർ ആണ്. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ സ്ലോപ്പിന്റെ യൂണിറ്റ് എന്തായിരുന്നു? അത് റേഡിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ട് അറിയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഒരു തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫിഗർ വരയ്ക്കാൻ പറ്റണം. ഫിഗറിൽ നമുക്ക് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. W എത്രയാണ്, അതുപോലെ ലെങ്ത് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നിന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കാണണം. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തെഴുതണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, എന്താ പറഞ്ഞത്? WL³ ഡിവൈഡ് ബൈ 6EI. അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എന്താ പറഞ്ഞത്? WL⁴ ഡിവൈഡഡ് ബൈ 8EI ആണ്. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. എന്താ കണ്ടീഷൻ? കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീമിനകത്ത് വന്നിട്ടുള്ള ലോഡ് എന്താണ്? UDL ആണ്. ഈ 2 കേസും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 2 ഇക്വേഷനും വെക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.